എൻ്റെ പേര് ബീന ജോർജ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ആബ്സലൂട്ട് മൈൻഡ്, കാലിക്കറ്റ്. ഇപ്പോൾ ഉള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിൽ സംശയം വന്നാലും നമ്മൾ വേഗം പോയിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുകയോ ചെയ്യും. മനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ മനസ്സിൻ്റെ ആരോഗ്യം, മാനസിക രോഗം, ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ശാരീരിക രോഗങ്ങളെ പോലെ തന്നെ മാനസിക രോഗങ്ങളിലും പല തരത്തിലുള്ള മാനസിക രോഗങ്ങളുണ്ട്. അതുപോലെ അതിൻ്റെ ലക്ഷണങ്ങളും വ്യത്യസ്തമാണ്. എന്നാൽ മാനസിക രോഗങ്ങൾ, ഓരോ മാനസിക രോഗത്തിനും വ്യത്യസ്തമായ ലക്ഷണങ്ങളല്ല. അത് ചില മാനസിക രോഗങ്ങൾക്ക് സമാനമായ ലക്ഷണങ്ങളും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റേതായ ചില വ്യത്യസ്ത ലക്ഷണങ്ങളും ഉണ്ടാവാം. അപ്പം ഇപ്പോഴുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പൊതുവെയുള്ള രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ പോയിട്ട് ഗൂഗിൾ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഫോക്കസ് ചെയ്യാനുള്ള പ്രയാസം, അതുപോലെ ഇറിറ്റബിലിറ്റി, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇതുപോലെ ഗൂഗിൾ ചെയ്ത് നോക്കുന്നവരുണ്ട്. ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ഗൂഗിളിൻ്റെ ഇപ്പോഴുള്ളൊരു ഈ AI ഒക്കെ വന്നതിന് ശേഷമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ആ ടോപ്പിക്കുകൾ നമ്മുടെ ഫീഡിൽ വരുന്ന ഒരു രീതിയാണല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് എനിക്ക് ശ്രദ്ധ കുറവുണ്ടാവുന്നു, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, സമയം ബന്ധിതമായിട്ട് ജോലികൾ തീർക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് ഗൂഗിളിൽ ഒരു സെർച്ച് നടത്തുമ്പോൾ ADHD എന്നുള്ള ഒരു കണ്ടീഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്നുള്ള സജഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ധാരാളമായിട്ട് ഈ 1-2 വർഷങ്ങളായിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് അഡൾട്ട് ADHD ആണോ, അത് ആണ് എന്ന് ഞാനിതുപോലെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. അപ്പോൾ എനിക്കത് തന്നെയാണോ എന്ന് ഉറപ്പിക്കണം, അതിന് എന്താണ് ചികിത്സ എന്നൊക്കെ ചോദിച്ച് പല ആളുകളും വരാറുണ്ട്. അവർ ഇത് അഡൾട്ട് ADHD ആണോ എന്ന് ഉറപ്പിക്കണം എന്നുള്ളതിനേക്കാളും എൻ്റെ അവസ്ഥ അത് തന്നെയാണ്, ഇനി എന്നെ അങ്ങ് ചികിത്സിച്ചോ എന്നുള്ള രീതിയിലാണ് വരാറുള്ളത്. അപ്പം ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് 1-2 മിസ്റ്റേക്സ് ഉണ്ട് അതിൽ. ഒന്ന്, അഡൾട്ട് ADHD എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക അവസ്ഥയില്ല. ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് സംശയം തോന്നാം. കാരണം നമ്മൾ ഈ മാനുവലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ICD അല്ലെങ്കിൽ DSM ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അഡൾട്ട് ADHD എന്ന് പറഞ്ഞ അവസ്ഥ കാണാൻ പറ്റും. ഞാൻ ആ വാക്കുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് നമ്മൾ മുതിർന്ന ആളായി കഴിയുമ്പോൾ മാത്രം വരുന്ന ഒരു അവസ്ഥയല്ല അഡൾട്ട് ADHD. കുട്ടിക്കാലം മുതലേ നമ്മളുടെ കൂടെയുള്ള ADHD നമ്മൾ ഒരു മുതിർന്ന ആളാവുമ്പോൾ, പ്രായപൂർത്തിയായ ആളാവുമ്പോൾ, അഡൾട്ടാവുമ്പോൾ ആ ADHD എങ്ങനെയാണ് അയാളിൽ പ്രകടമാകുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ അഡൾട്ട് ADHD എന്ന ടെർമിനോളജി ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് അഡൾട്ട് ADHD ഉണ്ടെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് കുട്ടിക്കാലം മുതലേ ADHD ഉണ്ട്. എന്താണ് അഡൾട്ട് ADHDയും കുട്ടിക്കാലത്തുള്ള ADHDയും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് വേണമെങ്കിൽ വെറും ADHD എന്ന് പറയാം. ഈ വെറും ADHDയും അഡൾട്ട് ADHDയും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളതിൽ ചില രോഗങ്ങൾ, അല്ലെ, പൊതുവേ നമുക്ക് രോഗങ്ങൾ നിർണ്ണയിക്കണമെങ്കിൽ ഇത്രയും ലക്ഷണങ്ങൾ വേണം, ഒരു നമ്പർ പറയും, അല്ലേ? അതുപോലെ തന്നെ ഒരു കുട്ടിയിൽ ADHD ഉണ്ട് എന്ന് നമുക്ക് നിർണ്ണയിക്കണമെങ്കിൽ 9 ലക്ഷണങ്ങളിൽ 6 എണ്ണമെങ്കിലും ആ കുട്ടിയിൽ കാണപ്പെടണം. അതുപോലെ 2 സാഹചര്യങ്ങളിലും ഈ ലക്ഷണങ്ങൾ കാണപ്പെടണം. ഇനി മുതിർന്നയാളിലാണെങ്കിൽ ഇതേ ലക്ഷണങ്ങൾ 5 എണ്ണം മതി. ഇത്രേ വ്യത്യാസമുള്ളൂ. അതല്ലാതെ ലക്ഷണങ്ങളുടെ സ്വഭാവത്തിലൊന്നും വ്യത്യാസമില്ല. ഇനി എന്താണ് ADHDയിലെ ലക്ഷണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും. അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, ഒന്നിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പ്രയാസം. ഇനി ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ അത് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് പുറത്തോട്ട് നോക്കിയിരിക്കുക, ടീച്ചർ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കുട്ടി ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ടീച്ചർ എന്താണ് പറഞ്ഞതെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പം മിക്കവാറും ഈ ADHD ഉള്ള ആളുകൾ ടീച്ചർ ബുക്ക് എടുക്കൂ, ഇന്ന ചാപ്റ്റർ തുറന്നു വയ്ക്കൂ, അല്ലെങ്കിൽ ഈ പേജ് എടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ADHD ഉള്ളവർ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അവർ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ പുറത്തോട്ട് നോക്കിയിരിക്കായിരിക്കും. അതുകൊണ്ട് എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ടായിരിക്കാം ഇവർ ബുക്ക് എടുക്കുന്നുണ്ടാവുക. പിന്നെ അധികം സമയം ഇവരുടെ പരിപാടി എന്താ? അപ്പുറത്തെ കുട്ടീനെ തോണ്ടിക്കൊണ്ടിരിക്കുക, അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു ഒത്തിരി സംസാരിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ ഡിസ്റ്റേബ് ചെയ്യുക. പലപ്പോഴും ഈ കയ്യിലുള്ള
പെന്നും പെൻസിലും ഒക്കെ ഇവർക്ക് അധികം അത് കയ്യിൽ നിന്ന് പെട്ടെന്ന് വീണ് പോവും, കാണാതെയാവും. ഇവർ പലപ്പോഴും ഇതൊക്കെ എടുക്കാതെ ആയിരിക്കും സ്കൂളിൽ വന്നിട്ടുണ്ടാവുക. ഇനി സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴോ വാട്ടർ ബോട്ടിൽ ഉണ്ടാവില്ല, പൗച്ച് ഉണ്ടാവില്ല. അങ്ങനെ സാധനങ്ങൾ മിസ്സാക്കി കളയുക, വളരെ നിസ്സാരമായ കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ എപ്പോഴും നമുക്ക് ഈ പഠിത്തത്തിൽ ബുദ്ധിയേക്കാളും കുറേ അടങ്ങിയിരുന്ന് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈയും കാലും അടക്കി വെച്ച് ഇരുന്ന് പഠിക്കാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആരാണോ പഠിപ്പിക്കുന്നത്, ഇപ്പം അമ്മ അല്ലെങ്കിൽ അച്ഛൻ കൂടി ഇരുന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് മാത്രമേ അവരവിടെ ഇരുന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതിനിടയിൽ തന്നെ പല പ്രാവശ്യം നമുക്ക് ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ശ്രദ്ധിക്കുക എന്ന് പറയേണ്ടി വരും. കാരണം ഇവരുടെ അറ്റൻഷൻ ഇമ്പയർഡ് ആണ്. ഇനി മുതിർന്ന ആളുകളിലേക്ക് വരാണെങ്കിലോ, മുതിർന്ന ആളുകൾക്ക് ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെയാണുള്ളത്. അവർ ഇൻട്രാക്ട് ചെയ്യുന്ന സാഹചര്യം വ്യത്യാസമായതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മുതിർന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ജോലിക്ക് പോവുകയായിരിക്കും, ഇരുന്ന് പഠിക്കുകയായിരിക്കില്ല അല്ലേ. അപ്പം ജോലിക്ക് പോകുന്ന സ്ഥലത്തെ സമയബന്ധിതമായിട്ട് ജോലികൾ തീർക്കുക, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയും, അതവർക്ക് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഒരു കോൾ അവർക്ക് വന്നു, തിരിച്ചൊരു കോൾ വിളിക്കാനുണ്ട്, അത് മറന്നു പോവുക. ഇപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നു, സാധനങ്ങൾ വാങ്ങി, ഫോൺ അവിടെ മറന്നു വയ്ക്കുക, കാറിൻ്റെ ഉള്ളിൽ കീ വെച്ചിട്ട് കാറ് ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അച്ഛനോ ഭാര്യയോ അമ്മയോ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർ വിളി കേട്ടാലും ഈ കാര്യങ്ങളൊന്നും ഇവരുടെ ഉള്ളിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇവരോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇവർക്ക് ആ സംസാരം ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്ഷമയില്ലായ്മ അതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇടയ്ക്ക് കയറി സംസാരിക്കുക. അതുപോലെ തീരെയും എണീറ്റ് പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് അവർ ഉള്ളതെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. അപ്പം ഒന്നില്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ കാലിട്ട് വിറപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ചില പുരുഷന്മാർ കണ്ടിട്ടില്ലേ, ടിവിൻ്റെ റിമോട്ട് എടുത്ത് വെറുതെ ഇങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഈ പറയുന്ന ADHDയുടെ അഡൾട്ട് മാനിഫെസ്റ്റേഷൻസ് ആണ്. ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ് ഒക്കെയാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും ഈ ADHD ആണോ എന്ന് ചോദിച്ചു വരുന്ന ആളുകളിൽ അവർക്ക് ചില ആളുകൾക്ക് അത് ഈ പറഞ്ഞ കുട്ടിക്കാലത്തെ ADHDയുടെ അഡൾട്ട് ഫോം തന്നെയായിരിക്കും. എന്നാൽ മറ്റ് ചിലവർക്ക് അതിനപ്പുറത്തേക്കുള്ള ചില രോഗങ്ങളുണ്ടാവാം. പക്ഷെ പലപ്പോഴും ഇങ്ങനെ എനിക്ക് ADHD ആണ് എന്ന് ഇൻ്റർനെറ്റിൽ കൂടെ മനസ്സിലാക്കിയിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ അതല്ല വേറൊരു രോഗമാണ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഗൂഗിളാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രെഡിബിലിറ്റിയുള്ള, ഭയങ്കര വിശ്വാസ്യതയുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിൾ പറയണേക്കാളും നിങ്ങൾ പറയുന്നത് ശരിയാവോ, അപ്പം അങ്ങനെ ഒരു റെസിസ്റ്റൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഇനി ഇവർക്ക് ഈ ADHD പൊതുവേ ADHD ഉള്ള ആൾക്കാരിൽ മറ്റു രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. പൊതുവേ ADHD ഉള്ള ആളുകളിൽ അവർ മുതിർന്നു വരുമ്പോൾ മറ്റ് ചില മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇതില്ലാത്ത ആൾക്കാരെക്കാളും കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന് ധാരാളം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇവർ വ്യക്തിത്വ വൈകല്യം, അതുപോലെ സ്വഭാവ വൈകല്യങ്ങൾ, പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, മദ്യം, ലഹരി വസ്തുക്കൾ ഇവ കൂടുതലായിട്ട് ഉപയോഗിക്കുക, വിഷാദം, അതുപോലെ ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്ന രോഗാവസ്ഥ, ഇതൊക്കെ ഇവരിൽ വലുതായി വരുമ്പോൾ കൂടുതലായിട്ട് ഡയഗ്നോസ് ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ചെറിയ പ്രായത്തിൽ ADHD ഉണ്ടായിരുന്ന ആളുകളിൽ അവർ മുതിർന്നു വരുമ്പോൾ ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതെല്ലാം പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പൊതുവെ അങ്ങനെ കാണപ്പെടുന്ന രോഗങ്ങളാണ് വിഷാദം, സ്വഭാവ വൈകല്യങ്ങൾ, വ്യക്തിത്വ വൈകല്യങ്ങൾ, മദ്യത്തോടും ലഹരി വസ്തുവിനോടുമുള്ള അടിമത്തം, അതുപോലെ ബൈപ്പോളാർ ഡിസോർഡർ. ഇനി ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ട ഒരു പേഷ്യൻറ്റിനെ ഓർക്കാണ്. അവർ UK നിന്നാണ് ആ കുട്ടീനെ കൊണ്ടുവരുന്നത്. അവർ UK സെറ്റിൽഡാണ്. വെക്കേഷൻ അവരിവിടെ വന്നപ്പോഴാണ് ഈ കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം ആ കുട്ടി ഇതുപോലെ കുട്ടിയും കുട്ടിയുടെ രക്ഷിതാക്കളും ADHD ആണെന്ന് പറഞ്ഞാണ് വരുന്നത്. ഞാൻ ആ കുട്ടിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒബ്വിയസ്ലി തീർച്ചയായിട്ടും അവൾ ഈ പറഞ്ഞ ADHD ഉള്ള ഒരാളാണ്. പക്ഷേ ADHD മാത്രമല്ല ആ കുട്ടിയുടെ പ്രശ്നം. കുട്ടിയുടെ ആ സമയത്തുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കുട്ടിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. കുട്ടിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്തതിന് കാരണം കുട്ടിയെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പേടി കുട്ടിക്കുണ്ട്. വേറെ ഒന്നുള്ളത്, എല്ലാ കുട്ടികളും ഇവളെ ഒറ്റപ്പെടുത്തുകയാണ്, ഇവളെ പറ്റി മോശമായിട്ട് പറയുന്നു. ഇച്ചിരി ഡാർക്ക് സ്കിൻഡാണ്, കുറച്ച് നിറം കുറവുള്ള കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള
റേസിൽ കമൻസ്, റേസിസം കാണിക്കുന്നു, അതുപോലെ ആരെങ്കിലും അവളെ റേപ്പ് ചെയ്യും എന്നുള്ളൊരു പേടി കുട്ടിക്കുണ്ട്. ഇനി ഇതിനെല്ലാം ഉപരിയായിട്ട് അവളുടെ രക്ഷിതാക്കളെ ആരെങ്കിലും വന്ന്, അതാരാന്നൊന്നും അവൾക്ക് അറിയില്ല, ആരെങ്കിലും വന്ന് വെടിവെച്ച് കൊല്ലും, അപായപ്പെടുത്തും എന്നുള്ളൊരു പേടിയും ഈ കുട്ടിയുടെ ഉള്ളിലുണ്ട്. അപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളും പിന്നെ വേറെ ചില ലക്ഷണങ്ങളെല്ലാം വെച്ചുകൊണ്ട്, പ്രധാനമായിട്ടും ഞാനിപ്പോൾ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ ഇതെല്ലാം കുട്ടിയിലുള്ള സ്ഥിതിക്ക് നമുക്കത് വെറും ADHDയുടെ മാനിഫെസ്റ്റേഷൻ, ADHD ആണ് അല്ലെങ്കിൽ ADHD മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. പൊതുവേ നിങ്ങൾക്കെല്ലാം ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ഈ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനുണ്ട്. സംശയങ്ങൾ തന്നെ പറ്റിയത് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. തന്നെ മറ്റുള്ളവർ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. അതുപോലെ എന്നെ പറ്റിയാണ് മറ്റുള്ളവരെല്ലാം പറയുന്നത്, മിക്കവാറും അത് അവർ നെഗറ്റീവായിട്ടാണ് പറയുന്നത്, ഡെലൂഷൻ ഓഫ് റെഫറൻസ്. ഇങ്ങനത്തെയുള്ള ലക്ഷണങ്ങളോട് കൂടിയ ചില മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഗുരുതരമായ വിഭാഗത്തിൽപ്പെടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ, ഇപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഏത് സമയത്തും ഒരു ഇറിറ്റബിൾ മൂഡാണ്, ഒന്നും എല്ലാം തുടങ്ങും പക്ഷെ ഒന്നും കൃത്യമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇപ്പോൾ ധാരാളം വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെർച്ച് ചെയ്യാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതുമാണ്. അതിനെപ്പറ്റി ഇനി നിങ്ങൾ കൂടുതൽ വായിച്ചു എന്നുള്ളതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷേ ഇൻ്റർനെറ്റ് പറഞ്ഞു തരുന്ന രോഗം തന്നെയാണ് എന്നുള്ള പിടിവാശിയിലിരിക്കാതെ തുറന്ന മനസ്സോട് കൂടിയിട്ട് ഇത്തരം വിഷയങ്ങൾ ആധികാരികമായി പഠിച്ച ആളുകൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുന്നതായിരിക്കും നന്നായിരിക്കുക. വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുകയും തിരിച്ച് അവർ പറയുന്നത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും നന്നായിട്ടും ഫലപ്രദമായിട്ടും ആ രോഗത്തെ ചികിത്സിച്ച് മാറ്റാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.